CHMHSS പൂക്കളത്തൂർ സ്കൂളിനാണുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോടൊപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവരൊക്കെ ഇമാജിനൽസ് ആണിപ്പോ. ഇവര് ഇമാജിനൽസ് ആയി ജീവിതകാലം മുഴുവൻ എൻ്റെ ഒപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി, വലിയ ആളുകളാകുമ്പോ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നെന്ന് എനിക്ക് വാക്ക് തന്നുണ്ട്. അല്ലേ? ഉറപ്പാണ് അല്ലേ? ഉറപ്പ്. കട്ട ചങ്ക്. കയ്യൊന്ന് എല്ലാവരും വന്നേ. കയ്യൊന്ന്. ഓക്കേ. മനുഷ്യരാശി അടിമുടി മാറേണ്ടിയിരിക്കുന്നു. ഒരു ശലഭപ്പുഴു ചിത്രശലഭമായി മാറുന്നത് പോലെ നാം മാറണം. മനുഷ്യരാശി ഒരു വലിയ കൂട്ടുകുടുംബമാണ്. നിലനിൽക്കണമെങ്കിൽ നാം ഒന്നിച്ച് നിലനിൽക്കേണ്ടിയിരിക്കുന്നു. മുൻപൊരിക്കലും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ നാം ഒന്നിക്കേണ്ടിയിരിക്കുന്നു. സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെതുമായ ഒരു ആഗോള സംസ്കാരം നാം സൃഷ്ടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. 10 മിനിറ്റ് സമയത്തെ പ്രിപ്പറേഷനേ ഉള്ളൂ അല്ലേ? തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഞാനെങ്ങനെ ഞാനായി എന്നത് അവർക്കൊരു ഇഷ്ടപ്പെട്ട തീമായിരുന്നു. ഞാനെങ്ങനെ ഞാനായി. പറ്റൂല, എനിക്ക് ഗെയിം കളിക്കണം. കുട്ടികളുടെ റോൾ പ്ലേ ഗെയിം അഡിക്ഷൻ മൊബൈലിലേതായിരുന്നു. അത് ശരിയല്ല എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടുണ്ട് എന്ന് കാണിക്കുന്നതായിരുന്നു ഈ റോൾ പ്ലേ. ഇത് അവർ തന്നെ സ്വയമായി ഉണ്ടാക്കിയതും തിരഞ്ഞെടുത്തതുമാണ്. പച്ച കളറുള്ള ഒരു കടലാസ് കഷ്ണമാണ് അവരുടെ മൊബൈൽ ഗെയിം അഡിക്ഷൻ മാറാനായി ഒരു പുറത്തു നിന്നൊരാളെ സന്ദർശിക്കുന്നത് പ്രത്യേകമായി ഈ റോൾ പ്ലേയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അവർക്കത് ആവശ്യമുണ്ടെന്നർത്ഥം. കുട്ടികളിൽ ഉണ്ടായിരിക്കുന്ന പുഴുപ്രവണതകൾ തടയാനായി രക്ഷിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും ഒക്കെ സഹായം കുട്ടികൾക്ക് ആവശ്യമുണ്ടെന്ന് കുട്ടികൾ തന്നെ ഈ റോൾ പ്ലേയിലൂടെ കാണിച്ചു തരുന്നു. എനിക്ക് മൊബൈലിൽ കളിക്കണം. ആ ഫോണൊന്നും എടുത്ത് വെച്ചില്ല. കളിക്കണം. മോനെ, എനിക്ക് വിക്സ് മുട്ടായി വാങ്ങിക്കൊണ്ടിരുമോ? ഇല്ല, എനിക്ക് ഗെയിം കളിക്കണം മൊബൈലില്. അശ്വിൻ റാസ്മി എന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തെ നമുക്ക് കാണാം. ഹലോ അശ്വിൻ റോഷറ്റ് എം അല്ലേ? അസിസ്റ്റന്റ് ആണ്. ഒന്ന് സംസാരിക്കണമായിരുന്നു. ഹലോ 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 എന്താ കാര്യം? കാര്യം എന്താ വെച്ചാല്, ചെങ്ങായി വരും മൊബൈൽ മളി പറഞ്ഞൊന്നും കേൾക്കില്ല. അപ്പൊ ഒന്ന് പെരേക്ക് വരണോ? അല്ല, എനിക്കിപ്പോ അങ്ങോട്ട് വരാൻ കഴിയില്ല. ഓനിപ്പോ ഇങ്ങോട്ടും ഉണ്ട്. ഓക്കെ. സലൂടെ മോങ്ങും. ഓക്കെ. ഡ്രൈവറോട് വട്ടക്കറി പറഞ്ഞില്ല. ഫോൺ വിളിച്ചപ്പോ മോനെ എത്രാം ക്ലാസ്സിലാണ്? 8ാം ക്ലാസ്സിൽ. ഇപ്പൊ പരീക്ഷക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സുഖമായിരുന്നു. ഇതെന്താണ്? ഫോണ്. ഇതൊന്നും വിടു.
ഇത് കളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കളിച്ചെന്നാല് സുഖം അല്ല, ഇത് കളിച്ചത് എന്നാല് രണ്ടിട്ട് കളിച്ചെന്തായാലും പ്രശ്നം പറ്റുമോ? ഇല്ല. പിന്നെ നാക്ക് നിർത്തിയാല് നിർത്താൻ എനിക്ക് ഇഷ്ടല്ല. എനിക്ക് മൊബൈല് കളിക്കണം. കൂട്ടുകാരുണ്ടോ? ഉണ്ട്. അപ്പൊ ഓലെ പറ്റി പുറത്തേക്ക് പോകല്ലോ? ഇല്ല. അതെന്താ? മൊബൈല് കളിക്കണം. അതെ, എനക്ക് പറ്റി ഇങ്ങോട്ടും വലിയ ഡോക്ടറാണ്. എനിക്ക് തന്നെ ചികിത്സിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പൊ അത് ഞാൻ ഇപ്പൊ എന്റെ അച്ഛന്റെ ഒരു ഇത് കൊടുക്കണ്ടേ? മൊബൈല് തരിക. മൊബൈല് ഞാൻ പിന്നെ തരണ്ടേ? ഇപ്പൊ അച്ഛൻ വേഗം കിട്ടും. എന്താ പപ്പ അവിടെ ഈ മൊബൈല് ഡോക്ടർ കൊണ്ടുപോയി. താങ്ക് യു. ചെയ്യാൻ സാധിക്കുന്നതും ചെയ്യണമെന്ന് സ്വപ്നം കണ്ടതുമായ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ധൈര്യസമേതം നമുക്ക് തുടങ്ങാം. ഒരു പുഴു എങ്ങനെ ശലഭമാകുന്നു എന്നതാണ് അടുത്ത തീം. യും മഞ്ജുവും. എനിക്കിന്നെ ഇഷ്ടമാണ്. എനിക്കും നിന്നെ ഇഷ്ടമാണ്. പുഴുക്കൾക്ക് അതിന്റെ മേലെ എത്താൻ കഴിയില്ല. പൂമ്പാറ്റകൾക്ക് മാത്രമേ അവിടെ എത്താൻ കഴിയുള്ളൂ. ഞാൻ പോവാണ്. നീ എന്താ ചെയ്യുന്നേ? ഞാനിത് ചെയ്യുന്ന ആവശ്യമാണ്. എന്നാലേ എനിക്ക് പൂമ്പാറ്റയാവാൻ കഴിയുള്ളൂ. പൂമ്പാറ്റയോ? ഞങ്ങൾ പുഴുക്കളുടെ എല്ലാ ഉള്ളിലും ഒരു പൂമ്പാറ്റയുണ്ട്. ഓ, നീ എന്നാ പൂമ്പാറ്റ ആയിക്കോളൂ. ഓക്കെ, ശരി. എനിക്കെങ്ങനെ ചിത്രശലഭമാവാം? എന്താ പേര്? മഞ്ജു. എനിക്ക് ഇഷ്ടമാണ്. എനിക്കും നിന്നെ ഇഷ്ടമാണ്. വാ. ചിത്രശലഭങ്ങൾക്ക് മാത്രമേ അതിന്റെ മുകൾ കാണാൻ പറ്റുള്ളൂ. നിനക്ക് ചിത്രശലഭമാവാൻ കഴിയും. ചിത്രശലഭോ? അതെന്താ? ചിത്രശലഭം പറഞ്ഞാൽ ഭംഗിയുള്ള ചിറകുള്ള ഒരു ശലഭമാണ് ചിത്രശലഭം. അങ്ങനെ ഒന്നുണ്ടോ? ഉണ്ട്. സിൽവർ തുണി കൊണ്ട് പൊതിഞ്ഞ് സ്വന്തം ജീവൻ തന്നെ പണയപ്പെടുത്തുന്നതാണ് ചിത്രശലഭം. ഓ, ശരി. ഞാൻ പോയിട്ട് വരാം. എനിക്ക് പുഴുക്കളുടെ കുന്നിൻ മേലെ കയറണം. എന്താണ് ഇവിടെ ഉള്ളത്? പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ലല്ലോ. വാടാ. പുഴുക്കളെ വെറുതെ കയറണ്ട, അതിന്റെ മുകളിൽ ഒന്നുമില്ല. അടുത്തതായി ഞങ്ങളിലുള്ള പുഴു പ്രവണതകൾ കണ്ടെത്തി 4 എണ്ണം. ഞങ്ങളത് കത്തിച്ചു കളഞ്ഞു. പേപ്പർ അത്ര എടുത്തുള്ളൂ. നന്മയും തിന്മയും കത്തില്ല ടീച്ചറെ. കണ്ട തിന്മകള് കത്താൻ എളുപ്പല്ല. ലൈറ്റർ തന്നെ തിന്മകള് കത്താനായിട്ട് ബുദ്ധിമുട്ടാട്ടാ. കണ്ടാ തിന്മകൾ അത്ര കനത്ത തിന്മകളെ നിങ്ങളെ എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. കത്തുണ്ട്.
അത്ര ഇത് പ്രതീക്ഷയോടെ ചെയ്യാണ്. നല്ല കട്ടിയുള്ള പ്രശ്നങ്ങളാണ് കേട്ടാ. ഇത് കത്തനോട് വിട്ട് കത്തി തീരണേ. കട്ടിയുള്ള പ്രതീക്ഷയോടെ ചെയ്യാൻ ഒരിക്കലും നന്മയോട് ചെയ്യാതെ തീ കത്തിട്ട് 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 രണ്ട് ദിവസത്തെ ശില്പശാലയുടെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടത്. നമ്മുടെ ഈ ഇതിൻ്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട തോമസ് ഇബ്രാഹിം സാർ, പ്രിയപ്പെട്ട ഫെസിലിറ്റേറ്റർമാർ, വിദ്യാർത്ഥിനികൾ, അധ്യാപകർ, രക്ഷിതാക്കളെ വിശദമായി സംസാരിക്കുന്നില്ല. നമ്മൾ എന്റെ പേര് അജിൻ, പൂക്കളത്തൂർ സ്കൂളിൽ പഠിക്കുന്നു. എന്നെ പഠിപ്പിക്കാൻ മേഴ്സി ടീച്ചർ വന്നു. അടിപൊളി ക്ലാസ് ആയിരുന്നു. ഏറ്റവും നല്ല അനുഭവത്തിന് ഒരനുഭവമായിട്ട് ഞാൻ ഇത് കണക്കാക്കുന്നു. ഏറ്റവും നല്ല അനുഭവങ്ങളിൽ ഒന്നായിട്ടാണ് ഞാനും കണക്കാക്കുന്നത്. അടിപൊളി ക്ലാസ് ആയിരുന്നു. ഒരുപാട് പാട്ടും കഥകളും കേട്ടു. നല്ല രസമുള്ള ക്ലാസ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമായി ക്ലാസ്. അല്ല, നമ്മള് ഒരുപോലെ അടിപൊളി ക്ലാസ് ആയിരുന്നു. നല്ല കാര്യത്തുള്ള ക്ലാസ് ആണ്. നല്ല ക്ലാസ് ആയിരുന്നു.